അപ്പോഴേ നമ്മുടെ ചെണ്ടുമല്ലി തോട്ടത്തിലെ നമ്മുടെ ഓണം കഴിഞ്ഞിട്ടും നിറയെ ചെണ്ടുമല്ലിയാണ് കേട്ടോ. കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയോ. അപ്പോൾ ഇതിങ്ങനെ പൂമ്പാറ്റകളും അതുപോലെ തന്നെ ഇത് രണ്ട് കളറുകളുണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും കൂടി ഇടകലർന്ന് നിൽക്കാനായിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ പൂക്കടകളിലേക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ ഈ പച്ചക്കറിയിലെ കീടങ്ങളെയൊക്കെ അകറ്റാനായിട്ട് ചെണ്ടുമല്ലി കൃഷി വളരെ നല്ലതാണല്ലോ. അപ്പോഴേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളോട് ആരും പറഞ്ഞു തരാത്ത കുറച്ച് ഗാർഡൻ ടിപ്സ് ഉണ്ട്, കുറച്ച് പൊടിക്കൈകൾ. അപ്പോൾ അതുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രശ്മി ഫാം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ ഈ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പല സ്ഥലത്തൊക്കെ പോയി വരുമ്പോൾ, നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലും അങ്ങനെ പലയിടത്തും നമ്മൾ പോയി വരുമ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ കാണുമ്പോൾ നമ്മൾ ചെടിക്കമ്പുകളൊക്കെ കൊണ്ടുവരാറുണ്ട് അല്ലേ. പല ചെടിക്കമ്പുകളും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കുത്തും. പക്ഷേ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉണങ്ങി പോകാറുണ്ട്. പക്ഷേ എല്ലാ ചെടിക്കമ്പുകളും പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കാനായിട്ട് കുറച്ച് ഐഡിയകളുണ്ട്, കുറച്ച് ട്രിക്സ് ഉണ്ട്. പക്ഷേ എല്ലാ കമ്പുകളും, ചെടിക്കമ്പുകൾ, ചെമ്പരത്തിയുടെ കമ്പാവട്ടെ, റോസിൻ്റെ കമ്പാവട്ടെ, എന്ത് പൂവിൻ്റെ കമ്പാവട്ടെ, അല്ലെങ്കിൽ പച്ചക്കറിയുടെ കമ്പ്, ഇത് പറഞ്ഞ പോലെ നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന തൈകളാണെങ്കിൽ അതും ആവട്ടെ, നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് റൂട്ടിംഗ് ഹോർമോൺ, അതായത് നമുക്ക് വളരെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള കുറച്ച് റൂട്ടിംഗ് ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു റോസിൻ്റെ കമ്പാണ് കേട്ടോ. നമുക്ക് റോസിൻ്റെ കമ്പ് എടുത്തിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ വിങ്ക ചെടിയുടെ നല്ല മൂത്ത കമ്പ് എങ്ങനെയാണ് വേര് പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, നമ്മുടെ ഏറ്റവും എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, എന്നാലും ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ അലോവേര കണ്ടോ, നമ്മൾ അലോവേര ജെല്ലൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മളെല്ലാവരും വീട്ടിലിപ്പോൾ ഉണ്ടായിരിക്കും, ഒരു തൈയെങ്കിലും ഒരു ചെടിയെങ്കിലും നമ്മളെല്ലാവരും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് ആദ്യം ഇതിൻ്റെ റൂട്ടിംഗ് ഹോർമോണായിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം കട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു റോസിൻ്റെ കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ റോസിൻ്റെ കമ്പ് നമ്മളെപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ഈ എടുക്കുന്ന കമ്പ് ഒന്ന് ചെരിച്ച് മുറിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കമ്പിൻ്റെ ഒരു സൈഡ് കണ്ടോ ചെരിഞ്ഞിട്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഫസ്റ്റത്തെ ട്രിപ്പ് വേണ്ടത് നമ്മൾ ഇത് ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചത് തന്നെ നമുക്കിതൊന്നൊന്ന് ടിപ്പ് ചെയ്ത് വെക്കാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊന്ന് ടിപ്പ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടോ ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ടാണ് നമ്മുടെ ഈ ഒരു മണ്ണിലോട്ട് നമ്മളിത് നടുന്നത്. ഈ മണ്ണും ചാണകപ്പൊടിയും കൂടിയിട്ടുള്ള മിശ്രിതമാണ്. ഒരുപാട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചകിരിച്ചോറ് വളരെ കുറച്ച് മാത്രം എടുക്കുക. ഒരുപാട് ചകിരിച്ചോറ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഈ ഒരു ചെടി ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ ഇത് നട്ട് കഴിഞ്ഞ ശേഷം വെള്ളം ഒഴിക്കാതിരിക്കുക. നടുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു സോയിൽ കണ്ടോ നനഞ്ഞ ഈ ഒരു പരുവത്തിലായിരിക്കണം. അപ്പോൾ നമുക്ക് ചെറിയൊരു കുഴി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു റോസിൻ്റെ കമ്പ് ഇവിടെ നട്ടാം കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ നമ്മുടെ റൂട്ടിംഗ് ഹോർമോണായിട്ട് നമ്മൾ എടുക്കുന്ന ഈ അലോവേര ജെല്ല് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു റോസിൻ്റെ കമ്പ് നമ്മൾ നട്ടു. ഇനി നമുക്ക് ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ട് നമുക്കൊന്ന് സ്പ്രേയർ വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് മാത്രം. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു റോസ് നല്ല രീതിയിൽ വേര് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത നമ്മുടെ റൂട്ടിംഗ് ഹോർമോണാണ് നമ്മുടെ തേന്. കണ്ടോ, അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രമുള്ള തേന എടുത്തിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഈ ഒരു ഇതിൽ മുക്കി നമ്മൾ ടിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലൊന്നും പിന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉള്ളത് എടുക്കുക. അതിനുശേഷം ബാക്കി ഉണ്ടെങ്കിൽ ചെറിയൊരു ബോട്ടിലായിട്ട് അടച്ചു വെക്കുക. നമുക്ക് ഇതുപോലെ വേര് പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബാക്കിയുള്ളത് നമുക്ക് എടുത്തിട്ട് ചെയ്യാമല്ലോ. കണ്ടോ, നമ്മുടെ തേനെ നമ്മൾ ഈ ഒരു ചെമ്പരത്തിയുടെ കമ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെമ്പരത്തിയുടെ കമ്പ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് കമ്പും, നമുക്ക് ഏത് ചെടി പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഏത് കമ്പും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ലൊരു
റൂട്ടിംഗ് ഹോർമോണാണ്. ഇവിടെ ഈ പറയണ പോലെ ഒരു 10 മിനിറ്റ് നേരം നമ്മളിതൊന്ന് മുക്കി വെക്കുക കേട്ടോ. നമ്മളൊരു 10 മിനിറ്റ് നേരം നമ്മൾ ഈ ഒരു കമ്പ് നമ്മൾ ഈ തേനിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഈ കമ്പാണ് നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ പൊട്ടി മിശ്രിതം നിറച്ചിട്ടുള്ള ചട്ടിയിലോട്ട് നടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്മുടെ റൂട്ടിംഗ് ഹോർമോണായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള തേന്, എല്ലാവർക്കും ഇതിലേതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കമ്പുകളൊക്കെ മേടിച്ച് കൊടുന്നിട്ട് അതൊക്കെ നാശമായിട്ട് പോവുക, അല്ലെങ്കിൽ അതൊക്കെ പിടിച്ച് കിട്ടാതിരിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ള കുറച്ച് ഐഡിയകളാണിത്. അപ്പോൾ അതെല്ലാവരും പരീക്ഷിക്കുക. അടുത്ത നമ്മളുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് കണ്ടോ, നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് അടുത്ത നമ്മുടെ മൂന്നാമത്തെ റൂട്ടിംഗ് ഹോർമോണാണ്. കണ്ടോ, നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ചെറുതായിട്ട് കത്തി കൊണ്ട് ഇവിടെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കേ. അതിനുശേഷം അടുത്ത ഒരു തണ്ട് എന്ന് പറയുന്നത് ഞാനിവിടെ വെരിക്കേറ്റഡ് പനിക്കൂർക്കയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് നേരം ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൽ നമ്മുടെ ഈ ഒരു തണ്ട് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇറക്കി വെക്കാം കേട്ടോ. 10 മിനിറ്റ് ഇറക്കി വെച്ച ശേഷം ഞാൻ ഈ തണ്ട് നമ്മുടെ ഈ ഒരു പോട്ടി മിക്സോട്ട് കേട്ടോ, ഇത് വേറെ ഒരു പോട്ടി മിക്സ് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം നനവുള്ള നല്ല രീതിയിലുള്ള മണ്ണ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ടൊന്ന് അങ്ങനെ വെച്ചിട്ടൊന്ന് നടാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ വെരിക്കേറ്റഡ് പനിക്കൂർക്കി നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കാനുള്ള കുറച്ച് പൊടിക്കൈകളാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന നമുക്ക് എളുപ്പം വേര് പിടിപ്പിച്ച് എടുക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള 3 സംഭവങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെ വേര് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ചെടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. കണ്ടോ, ഈ ഒരു ചെടി വെറുതെ ഒരു കമ്പ് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഇപ്പോൾ പൊടിച്ച് കണ്ടോ. അപ്പോൾ ഞാനിത് വലിയ ചട്ടിയിലായതുകൊണ്ട് നമ്മൾ വേറെ മാറ്റി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ശിഖരങ്ങളൊക്കെ വന്ന് കണ്ടോ ഈ ഒരു ഇതിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഡീനിയം ചെടി കേട്ടോ, നമ്മുടെ അഡീനിയം ചെടീനെ കണ്ടോ. നമ്മളിത് ഓരോന്നും ചെയ്തു നോക്കിയിട്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഈ ഒരു അഡീനിയം ചെടി എനിക്ക് ഒരുപാടൊന്നുമില്ല, പക്ഷെ എന്നാലും അതിൻ്റെ മുകളിലായിരുന്നു ഞാൻ ആദ്യം ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അഡീനിയം ചെടി ഒരു വലിയ ചെടിയായിരുന്നു. ഞാനത് വെറുതെ തണ്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ റൂട്ടിംഗ് ഹോർമോണിൽ ഒന്ന് മുക്കിയിട്ട് ഞാൻ ചെടി നട്ടു. കണ്ടോ, വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേര് പിടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് കണ്ടോ നമ്മുടെ ഈ ഒരു പുതിയ ശിഖരങ്ങൾ കണ്ടോ ഇതിൽ നിന്ന് വരുന്നത്. വെറുതെ ഒരു കമ്പ് മാത്രം നട്ടതാണ്. ഇവിടെ ഞാൻ ചെറുതായിട്ട് നമ്മളെ ഈ മുറിഞ്ഞ ഭാഗത്ത് ചെറുതായിട്ട് നമ്മളെ മഞ്ഞപ്പൊടി തൂക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ചെടിയുടെ അറ്റുഭാഗം കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഇതും ഞാൻ അങ്ങനെ നട്ട നമ്മുടെ അഡീനിയം ചെടിയാണ്. കണ്ടോ, ഇത് വാങ്ങിയതേ അല്ല, കാരണം ഒരു അഡീനിയം ചെടിയിൽ നിന്ന് ഒരുപാട് ശാഖകൾ വന്നപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വേര് പിടിപ്പിച്ചെടുത്ത ഈ റൂട്ടിംഗ് ഹോർമോണിലൊക്കെ മുക്കി വേര് പിടിപ്പിച്ചെടുത്ത സംഭവമാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ നമുക്കിതുപോലെ തന്നെ ചെടിക്കമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് പിടിപ്പിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കണ്ടേക്കുക. എന്നാലാണ് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ അപ്പോൾ എത്തുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.